ഈ വീഡിയോ കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ബെർമുഡ ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അലോക് വെഞ്ഞാറമ്മൂട്. പ്രധാന വാർത്തകളിലേക്ക്. പീക്കിൽ വീണ്ടും കോവിഡ്, 4 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. പീക്കിലുള്ളവർ ജാഗ്രത പാലിക്കുക. ഫാക്ടറിയിലേക്ക് പോകവേ യുവാവിനെ വണ്ടി ഇടിച്ചു. ഗുരുതര പരിക്കുകളുമായി യുവാവ് പോച്ചിനാഗ് ഹോസ്പിറ്റലിൽ. ക്ലോക്ക് ടവറിൽ ഗുണ്ടാ വിളയാട്ടം, പിടികിട്ടാപ്പള്ളി മോട്ടോയും സംഘവും പോലീസ് കസ്റ്റഡിയിൽ. ഈ വർഷത്തെ മികച്ച ഷോർട്ട് ഫിലിമിനുള്ള അവാർഡ് പ്രഖ്യാപിച്ചു. ചിത്രം ത്രിലോക് 2. അധോലോക നായകനും പിടികിട്ടാപ്പുള്ളിയുമായ റൈസ്റ്റാറിനെ കുറിച്ച് എന്തെങ്കിലും വിവരം നൽകുന്നവർക്ക് ഗരേന സർക്കാർ 1000 ഡയമണ്ട് വാഗ്ദാനം നൽകി. വാർത്തകൾ വിശദമായി. പീക്കിൽ 4 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഒരാൾ ചികിത്സയിലിരിക്കെ എലിമിനേറ്റായി. പ്രോട്ടോകോളുകൾ ലംഘിച്ച് ക്ലോക്ക് ടവറിൽ നിന്നും സിപ്പ് ലൈൻ വഴി പീക്കിലേക്ക് എത്തിയവർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇവരിൽ ഒരാൾ എലിമിനേറ്റ് ആവുകയും ചെയ്തു. ഫാക്ടറിയിലേക്ക് പോകവേ യുവാവിനെ വണ്ടി ഇടിച്ചു. ഗുരുതര പരിക്കുകളുമായി യുവാവ് പോച്ചിനാഗ് ഹോസ്പിറ്റലിൽ ചികിത്സയിൽ. ഇൻഹേലറുകളുടെ സഹായത്താൽ ജീവൻ തിരികെ കിട്ടുമെന്നാണ് ഡോക്ടർ എൽസി മാൽബ്രോ പറയുന്നത്. ഇടിച്ചിട്ട വണ്ടിയിലുള്ളവർ സ്ട്രിപ്പിൽ നിന്നും DJ പാർട്ടി കഴിഞ്ഞ് വന്നവരാണെന്ന് സൂചന. ക്ലോക്ക് ടവറിൽ ഗുണ്ടാ വിളയാട്ടം, മോട്ടോ സംഘവും പോലീസ് കസ്റ്റഡിയിൽ. ഫ്ലൈറ്റിൽ നിന്നിറങ്ങവേ ലൂട്ട് അടിക്കുന്നതിനിടെയാണ് സംഭവമെന്ന് റിപ്പോർട്ട്. ലെജൻസ് ക്രൂ എന്ന ഗുണ്ടാ മാഫിയയിലെ ലീഡറും സംഘവുമാണ് ഇവരെന്ന് സൂചന. ക്ലോക്ക് ടവറിൽ നിന്നും കിട്ടിയ CCTV ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മെഡിക്കിറ്റ് കിട്ടാത്തതിനെ തുടർന്നുള്ള വാക്ക് തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ഇതിനെ തുടർന്ന് ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് സ്ഥലം DGP മൈസ്റ്റിക് ഗെയിമർ ബെർമുഡ ന്യൂസിനെ അറിയിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ ഏറ്റവും മികച്ച ഷോർട്ട് ഫിലിമായി ത്രിലോക് 2 എവല്യൂഷൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ഫോക്കസ് മൈമയുടെ ഡയറക്ഷനിൽ പുറത്തിറങ്ങിയ വെബ് സീരീസിന്റെ 2ാമത്തെ ഭാഗമാണ് ത്രിലോക് 2 എവല്യൂഷൻ. ഒക്ടോബർ 11 പുറത്തിറങ്ങിയ ഈ ചിത്രം വളരെ പെട്ടെന്ന് തന്നെ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചുപറ്റി. പിടികിട്ടാപ്പുള്ളിയും അധോലോക നായകനുമായ റൈസ്റ്റാർ എന്ന പേരിലുള്ള യുവാവിന്റെ കേസ് ഫയൽ CBIക്ക് കൈമാറി. ഒട്ടേറെ ജനപ്രീതിയുള്ള ഒരു പിടികിട്ടാപ്പുള്ളിയാണ് റൈസ്റ്റാർ. താൻ നടത്തിയിട്ടുള്ള കൊലപാതകങ്ങളുടെ വീഡിയോ ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയകളിലൂടെ പങ്കുവെച്ചാണ് റൈസ്റ്റാർ ഇത്രയും ജനപ്രീതി നേടിയെടുത്തത്. ഇതുവരെ പോലീസിനോ CBIക്കോ തന്റെ മുഖം വ്യക്തമാകാത്തതിനാൽ ഇതിനെപ്പറ്റി റൈസ്റ്റാറിനെ പറ്റി എന്തെങ്കിലും വിവരം നൽകുന്നവർക്ക് ഗരേന സർക്കാർ 1000 ഡയമണ്ട് വാഗ്ദാനം പ്രഖ്യാപിച്ചു. ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ഇനാബിൾ ചെയ്ത് വെച്ചേക്കുക. മറ്റൊരു വാർത്താ ബുള്ളറ്റിനുമായി കാണുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.